അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്മുൽ ഖുർആൻ്റെ 63-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ അൻആമിൻ്റെ 31-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد خسر الذين كذبوا بلقاء الله قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. നമ്മുടെ ഓർമ്മയിലുണ്ടാകണം സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ. മീമിന് 3 നിയമങ്ങളാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാകും, ചിലപ്പോൾ ചിഹ്നം ഉണ്ടാവില്ല. ഏതായാലും സുക്കൂനുള്ള മീമാണ്. ആ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് തന്നെയാണ് വന്നാൽ അവിടെ ഒരു മീമാക്കി പറയുന്നു. ആദ്യത്തെ മീമ് പറയാതെ രണ്ടാമത്തെ മീമ് കട്ടി കൊടുത്തുകൊണ്ട് മണിച്ചുകൊണ്ട് പറയുന്നു. ഇനി മീമിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ മീമിനെ മറച്ച് മണിക്കുകയും ചെയ്യുന്നു. ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമാക്കി പറയണം. അലാ ളുഹൂരിഹിം, ഹിം എന്ന് ചുണ്ട് പൂട്ടി അതിന് ശേഷം അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക, ചാനൽ പരിശോധിക്കുക. ഇനി നോക്കാൻ അറിയില്ലെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. വിശുദ്ധ റമദാനൊക്കെ വരുന്നത് നമുക്ക് ധാരാളമായിട്ട് ഖത്മുകളൊക്കെ മനോഹരമായിട്ട് തീർക്കണം. അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട്. ജോയിൻ ബട്ടണും അതുപോലെ തന്നെ വാട്സപ്പിൽ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഖത്മുൽ ഖുർആൻ 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലാണ്. ഒരുപാട് ആളുകൾ 3, 4, 5 പല പ്രാവശ്യം കൂടെ ഓതിയിട്ട് ഖത്മ് തീർക്കാൻ വേണ്ടി ഉള്ളവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ ഈ സുദിനത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ എല്ലാവിധ സന്തോഷത്തിലും അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. وما الحياة الدنيا. ഈ സ്ഥലം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം.
ഇത് എന്നല്ല, ഇതേപോലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്നലൊക്കെ യാസീൻ ഓതിയതാണ്. യാസീൻ ഓതിയപ്പോൾ ഒക്കെ നമ്മളെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നവർക്കും അതുപോലെ തന്നെ അറിയുന്ന ആളുകൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്കൊക്കെ വളരെയധികം തെറ്റിപ്പോകുന്നൊരു ഭാഗമാണ്. വമാൽ ഹയാത്തുദ്ദുന്യ എന്നാണുള്ളത്. അങ്ങനെ തന്നെ വായിക്കുന്ന ആളുകളുണ്ട്. വമാൽ ഹയാത്തുദ്ദുന്യ. ഇപ്പം ഇന്നലെ യാസീൻ ഓതിയപ്പം ലാ ഷംസു എന്ന് പറഞ്ഞ് നോക്കി ഓതുകൊണ്ടാണ്. നോക്കാതെ ചിലപ്പോൾ ഓതി ചിലപ്പോൾ ശരിയാവും. കാരണം നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ പരിചയമുണ്ട് ഉസ്താദ്മാരിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും ഓത്ത് പരിചയമുള്ള ഒരാളിൽ നിന്ന് കേട്ട് ഇങ്ങനെ പരിചയമുള്ളാവുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നോക്കി ഓതുമ്പോൾ അപ്പോൾ ലാ നീട്ടാനുണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ ലാ ഷംസു എന്ന് ഓതും. ലശംസു യംബഗി ലഹ എന്നുള്ളിടത്ത് എന്ത് ചെയ്യും? ലാ ഷംസു എന്ന് ഓതും. ഇതേപോലുള്ള വാക്കുകൾ ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ വമാ എന്നാണുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വമാൽ എന്നല്ല, നീട്ടാനുള്ള വമാ എന്ന് വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അത് വമാന്നായാലും വേണ്ടില്ല, വമീന്നായാലും വേണ്ടില്ല, വമൂന്നായാലും വേണ്ടില്ല. വമ്മായാലും കസറായാലും ഫത്ഹായാലും നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം വമ, വമൽ, വമാൽ ലേ എന്ന് പറഞ്ഞാൽ ലാമാണ്. അതിൻ്റെ ഇടയിൽ വസ്ന് നംസീൻ്റെ അത് ഉച്ചരിക്കുന്നില്ല. അപ്പോൾ ലാമിന് സുക്കൂനാണ്. അല്ലെങ്കിൽ ഷദ് വന്നു എന്നല്ല, അടുത്ത അക്ഷരത്തിന് ഷദ്ദാണെങ്കിൽ അപ്പോഴും വമാൽ, വമാല്ല എന്നും അതൊന്നും പറയില്ല. അപ്പം നീട്ടാനുള്ള അക്ഷരം ഒഴിവാക്കും. വമൽ ഹയാത്തുദ്ദുന്യാ ഇല്ലാ ലഇബൻ വലഹ്വ് വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. ഖൈറുൻ ലില്ലദീന എന്നും പറയരുത്. ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. നൂനിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. നൂനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിനെ അല്ലെങ്കിൽ തെൻവീൻ, നൂനായാലും തെൻവീനായാലും ഒരു നിയമമാണ്. നൂനിൻ്റെ സ്ഥാനത്ത് നൂനിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ അല്ലെങ്കിൽ തെൻവീനെ മാറ്റി മീമാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പേരാണ് ഇഖ്തിലാബ്. ഇനി നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ലാമോ റ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നെയാണ്, നേരെ കൂട്ടിയോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടിയോജിപ്പിക്കുക. അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമി എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടിയോജിപ്പിച്ച് മണിക്കുകയും ചെയ്യാം. ഇനി ഹംസ, ഹ, ഐന്, ഗൈന് എന്നീ 6 അക്ഷരങ്ങൾ വന്നാൽ ആ തെൻവീന് നൂന് വ്യക്തമായിട്ട് സുക്കൂൻ കൊടുത്തുകൊണ്ട് വെളിവാക്കി പറയുക. ബാക്കി ഏത് വന്നാലും മറിച്ച് മണിച്ചുകൊണ്ട് പറയുക. അപ്പോൾ ഇവിടെ ഖൈറുൻ ലീ എന്ന് പറയുന്നത് ഖൈറുൽ ലില്ലദീന, ഖൈറുൻ എന്ന തെൻവീന് കൊണ്ടുവരാതെ അതിനെ ലാമിലേക്ക് കൊടുത്തുകൊണ്ട് തെൻവീൻ ഇല്ലാത്തതുപോലെ പറയുക. കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ പറഞ്ഞാൽ മതി. ഇദ്ഗാമും ബിലാഗുന്നയാണ്. ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. വമൽ ഹയാത്തുദ്ദുന്യാ ഇല്ലാ ലഇബുൻ വലഹ്വ് വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. 34 ولقد كذبت رسل ഇദ്ഗാം ബിഗുന്നയാണ്. റസൂലും മി പറഞ്ഞ വരെ മണിക്കുകയും ചെയ്യണം. റസൂലും മിൻ ഖബലിക്, മിൻ അവിടെ ഇഖ്ഫാ ചെയ്യണം. മിൻ ഖബലിക് എന്ന് പറയരുത്. പറ്റ ഒഴിവാക്കുകയും ചെയ്യരുത്, എന്നാൽ ഒഴിവാക്കുകയും വ്യക്തമാക്കുകയും ചെയ്ത മിൻ ഖബലിക ഫസബറു അലാ മാ കുذിബു വഊദു ഹത്താ അതാഹും നസ്റുനാ
ولا مبدل لكلمات الله. നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ സുക്കൂൻ കൊടുക്കുക. നസ്റുന അവിടെ നിർത്തുകയാണെങ്കിൽ നസ്റുന നീട്ടാനുണ്ട്, ഇവിടെ സുക്കൂൻ കൊടുക്കണം. ലികലിമാത്തില്ലാഹ് വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. ഒന്ന് ശ്രദ്ധിക്കുക, നൂനിൻ്റെ ശേഷം നൂന വന്നിട്ടുള്ളത് ഇദ്ഗാമും ബിഗുന്നയാണ്. മിന്ന കുട്ടി യോജിപ്പിക്കുക, മണിക്കുക. മിന്ന മണിക്കുകയും ചെയ്യണം. മിന്നബഇൽ നബഇ ഈ കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാ ആണ്, യാ പോലത്തെ അക്ഷരം. ആ യാ അതിന് മേലെ കണ്ടില്ല, സുക്കൂനല്ല, ഒരു 0 മാർക്ക്, അത് ഉച്ചരിക്കുകയില്ല. അപ്പം മിന്നബഇൽ മുർസലീൻ ഈ എന്ന് പറയണ്ട, മിന്നബഇൽ. ഇവിടെ നീട്ടാനുണ്ടെങ്കിൽ പോലും അത് ആ യാ പറയില്ല. എന്തേ കാരണം? ശേഷമുള്ള സുക്കൂനാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ അപ്പം അത് പറയില്ല. അപ്പം എങ്ങനെയായാലും മിന്നബഇൽ മുർസലീൻ. ولقد كذبت رسل من قبلك فصبروا على ما كذبوا وأوذوا حتى أتاهم نصرنا ولا مبدل لكلمات الله ولقد جاءك من نبأ المرسلين. وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية. മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ ശേഷം ബ വന്നു പറഞ്ഞല്ലോ. മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം. ഫത്ത് അത് മീമിൻ്റെ നിയമമാണ്. മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം. മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിൻ്റെ ശേഷം ബാക്കിയത് വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഫതഅതിയഹും ബിആയ വലൗ ശാഅ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ فلا تكونن من الجاهلين. وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء الله لجمعهم على الهدى فلا تكونن من الجاهلين. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. وقالوا لولا نزل عليه آية من ربه من ربه മിറ ഇദ്ഗാം ബിലാഗുന്നയാണ്. മിറ രണ്ടും ഒന്നാണ്, ഒരുപോലെയാണ് ചെയ്യുന്നത്. ആയത്തും മിറ. പക്ഷേ ഇദ്ഗാം ബിഗുന്നയുടെ സ്ഥലത്ത് നൗമി നൂന് വാവ് മീമ് യാ തൻവീന് ശേഷം മീം വന്നാൽ അല്ലെങ്കിൽ യാ വന്നാൽ അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ മീം ഏതെങ്കിലും ഒന്ന് വന്നാൽ നൗമി നൂന് വാവ് മീമ് യാ ഏത് വന്നാലും അവിടെ മണിക്കുകയും ചെയ്യണം. ഇവിടെ മണിക്കരുത്. ഇദ്ഗാം ബിലാഗുന്നയാണ്. ലാമോ റോ ആണെങ്കിൽ മണിക്കരുത്, മറ്റൊടത്ത് മണിക്കണം. അത്രേ വ്യത്യാസമുള്ളൂ. ആയത്തും മിർ റബ്ബി قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون. وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية
വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദം വന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സുക്കൂൻ വരിക. ഇതാണ് മദ് ലാസിമിൻ്റെ നിയമം. അപ്പോൾ ഇവിടെ മദ് ലാസിമാണ്, നീട്ടൽ നിർബന്ധമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് നീട്ടുക. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും ما فرطنا في الكتاب من شيء. അവിടെ നിർത്തുമ്പോൾ മദ് ലീന് വരും. അവസാനത്തെ അക്ഷരത്തിന് ഹംസക്ക് സുക്കൂന് ഹംസക്ക് സുക്കൂന് തൊട്ടുമ്പ് യാഇന് സുക്കൂന്, അതിന് മുമ്പ് ഫത്ഹ്, മദ് ലീന് വരും. ثم إلى ربهم يحشرون. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. والذين كذبوا بآياتنا صم وبكم في الظلمات. ഒന്ന് തൻവീന്റെ ശം വാവാണ്. صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم. من يشاء الله. والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم. قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة أغير الله تدعون إن كنتم صادقين. قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة أغير الله تدعون إن كنتم صادقين. بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون. بل إياه تدعون فيكشف ما تدعون إليه مدلين إن شاء وتنسون ما تشركون. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون.
فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله رب العالمين فقطع دابر القوم الذين ظلموا والحمد لله رب العالمين قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به ഇവിടെ മീമിൻ്റെ ശംഭാവം വരുന്നുണ്ട്. അതൊക്കെ മറച്ച് മണിക്കണം. യഅ്തീകും ബിഹി എന്നല്ല, അല്ലെങ്കിൽ യഅ്തീകും ബിഹി എന്നല്ല, യഅ്തീകും ബിഹി. انظر كيف نصرف الآيات ثم هم يصدفون قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون وما نرسل المرسلين إلا مبشرين ومنذرين فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون وما نرسل المرسلين إلا المبشرين ومنذرين فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا يمسهم العذاب بما كانوا يفسقون قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي قل هل يستوي الأعمى والبصير നിർത്തുകയാണെങ്കിൽ ബസീർ أفلا تتفكرون ഈ തതഫക്കറൂൻ എന്നിപ്പോൾ നമ്മൾ നിർത്തിയല്ലോ, എപ്പോഴും പറയുന്ന ഒരു മദ്ദാണ്. അവിടെ നിർത്തിയപ്പോൾ ഒരു ചെറിയൊരു നീട്ടൽ വന്നു. ആ നീട്ടുന്നതിൻ്റെ പേര് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ വൽ ബസീർ, അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ആ നിയമത്തിൻ്റെ പേരെന്ത് ചെയ്യാവുന്ന എഴുതി
കമൻ്റായിട്ട് അറിയിക്കുക. ഇത് 2 വിഷയമാണ്. ഇപ്പോഴും പറഞ്ഞിട്ടും ഇത് മാറ്റം വരുത്താത്ത ഒരുപാട് ആളുകളുണ്ട്. പഴയ ഓത്ത് നമ്മൾ മാറ്റണം. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറേയൊക്കെ ക്ലാസ് കേട്ട ആളുകൾക്കും മുമ്പ് അറിയുന്ന ആളുകൾക്കൊക്കെ വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ യാസീൻ ഓതിയിട്ടുണ്ട്, ദുഹാൻ സൂറത്തുകൾ, മറ്റുള്ള ദിക്ർ, അദ്കാറുകളും സ്വലാത്ത്, തഹ്ലീൽ, തഹ്മീദ്, തസ്ബീഹൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളൊക്കെ ആഫിയത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല റിസ്ഖിൽ അല്ലാഹു തആല വിശാലത നൽകി അനുഗ്രഹിക്കുകയും മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹു തആല നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരണപ്പെടാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് നല്ല റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون ولقد كذبت رسل من قبلك فصبروا على ما كذبوا وأوذوا حتى أتاهم نصرنا ولا مبدل لكلمات الله ولقد جاءك من نبأ المرسلين وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء الله لجمعهم على الهدى فلا تكونن من الجاهلين إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون والذين كذبوا بآياتنا صم وبكم في الظلمات من يشاء الله يضلله من يشاء الله يضلله ومن يشاء يجعله على صراط مستقيم قل أرأيتكم إن أتاكم عذاب الله
أو أتتكم الساعة غير الله تدعون إن كنتم صادقين بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فقطع دابر القوم الذين ظلموا والحمد لله رب العالمين قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون وما نرسل المرسلين إلا مبشرين ومنذرين فمن آمن وأصلح فلا خوف عليهم ولا هم يحزنون والذين كذبوا بآياتنا يمسهم العذاب بما كانوا يفسقون قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي قل هل يستوي الأعمى والبصير أفلا تتفكرون صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم